ഹായ്, ഞാൻ സനൂജ. പാലക്കാടിൻ്റെ രുചി തേടി ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ബിരിയാണി കടയിലാണ്. പാലക്കാടിൻ്റെ സ്വന്തം NMR ബിരിയാണി ഹൗസ്. പാലക്കാടൻ ബിരിയാണി, കിഡു ബിരിയാണി കിട്ടറങ്ങ ഇവിടെ വരണം. വാ. ഏകദേശം 10 കൊല്ലം മുമ്പ് ഉപജീവന മാർഗം എന്ന നിലയ്ക്ക് ബിരിയാണിയുടെ ഒരു കട ആരംഭിക്കുകയായിരുന്നു. വിശിഷ്ട ഭോജനമായ ഈ ബിരിയാണിയെ എങ്ങനെ ജനകീയമാക്കാമെന്നുള്ളൊരു ഉദ്ദേശ ലക്ഷ്യം കൂടി നമുക്ക് അതിനകത്തുണ്ടായിരുന്നു. തമിഴ്നാടിനോട് ചേർന്നുള്ള കിഴക്കൻ പ്രദേശങ്ങളിൽ മാത്രം പ്രചാരത്തിലുള്ള ഒരുതരം ബിരിയാണിയാണ് ഈ ബിരിയാണി. പ്രത്യേകിച്ച് റൗത്തർ കമ്മ്യൂണിറ്റി, മുസ്ലിം റൗത്തർ കമ്മ്യൂണിറ്റി, അവരുടെ ഇഷ്ടപ്പെട്ട ഒരു ഭോജനമാണ് ഈ ബിരിയാണി. നമ്മളുടെ പേരിനോട് സാദൃശ്യം തോന്നുന്ന വിധത്തിൽ തന്നെ ഒരുപാട് പേരുകളുള്ള ബിരിയാണി കടകൾ ഈ നഗരത്തിൽ തന്നെയുണ്ട്, ഈ ജില്ലയിൽ തന്നെയുണ്ട്. മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷൻ ആവാൻ തരത്തിൽ നമ്മളെ കൊണ്ട് കഴിയുക, മറ്റുള്ളവരുടെ തൊഴിലുകളിലേക്ക് ഒരു സാധ്യത നമ്മൾക്ക് തുറന്നു കൊടുക്കാൻ കഴിയുക, ഇതൊക്കെ വലിയ സന്തോഷം തരുന്ന ഒരു കാര്യമായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ബിരിയാണി കടയുടെ അടുക്കള. പഴയ കട, NMRന്റെ പഴയ, ഓക്കെ, ആദ്യത്തെ കട, NMRന്റെ പഴയ കട ഇതാണ്. ഇവിടെ നിന്നാണ് എല്ലാത്തിനും തുടക്കം. 4 കട ഉണ്ട്. ഇപ്പൊ ലേട്ടാ എത്ര കട ഉണ്ട്? പാലക്കാട് മാത്രം 4 കട ഉണ്ട്. NMR എന്താണ് പേരാണോ? അച്ഛന്റെ പേര് എന്താണ്? നൂർ മുഹമ്മദ് റാവുത്തർ. ഓക്കെ, ഏട്ടന്റെ പേര് അബ്ദുൾ റസാഖ്. ഏട്ടൻ തന്നെയാണോ ഇവിടെ മെയിൻ ആയിട്ട് എല്ലാതും? അതെയോ? അതിനകത്ത് ആരും മെയിനും ആരും ഇതൊന്നുമില്ല. എന്നാലും ഏട്ടൻ ഇവിടെ എപ്പോഴും ഉണ്ടാവും. ഇവിടുത്തെ ബിരിയാണി സാധാ ബിരിയാണിയുടെ ഒരു കളർ അല്ലല്ലോ, എന്താ സംഭവം? ഇതൊരു തമിഴ്നാട്ടിലെ ബിരിയാണി. നമ്മളെ കോയമ്പത്തൂർ ബിരിയാണി. കോയമ്പത്തൂർ കുറച്ചും കൂടി കളർ ഉണ്ടാവും അല്ലേ? റെഡ് കളർ എന്ന് വെച്ചാൽ മസാല ഇറച്ചിയെല്ലാം ഒന്നിച്ചിട്ടുണ്ടാക്കാം. നമ്മളെ കേരളത്തിൽ കാണുന്ന മറ്റു ബിരിയാണികൾ സെപ്പറേറ്റ് ആണ്. ഒരു മസാല സെപ്പറേറ്റ് ഉണ്ടാക്കി, റൈസ് വേറെ ഉണ്ടാക്കും. ഒന്നിച്ചിട്ടുണ്ടാക്കും. ദമ്മ് അല്ലേ? കളറൊന്നും ആഡ് ചെയ്യുന്നില്ല. നമ്മുടെ ഈ കളർ എങ്ങനെ വരുന്നത്? മുളക് പൊടിയുടെ പ്രത്യേകത? മുളക് പൊടി, തക്കാളി, സാധാ മുളക് പൊടി, കാശ്മീരി അങ്ങനെ എന്തെങ്കിലും ആണോ കളറിന്? കുറച്ച് കാശ്മീരി മുളക് പൊടി കളർ വേക്കാൻ വേണ്ടിട്ട് അല്ലേ? ആയിക്കോട്ടെ. പച്ചമുളകുണ്ട്, ഇഞ്ചി, സാധാ ബിരിയാണിയായിട്ടും കുറച്ചും കൂടി ഇത്തിരി പ്രത്യേകമായിട്ടുള്ളൊരു മണം വരുന്നുണ്ട്. എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും കൂട്ടുണ്ടോ ഇതിന്? നമ്മള് കോഴിക്കോട് ബിരിയാണി, തലശ്ശേരി ബിരിയാണി എന്നൊക്കെ പറയില്ലേ, പാലക്കാട് ബിരിയാണി, എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ ഇതിന്? നെയ്യ്, പിന്നെ ഇഞ്ചി, പൂണ്ട്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ അല്ലേ? വെളുത്തുള്ളി, മല്ലി, എല്ലാ അംശങ്ങളും വരാറുണ്ട്. ദമ്മായിട്ട് ഉണ്ടാക്കാനും. നമ്മൾ താളിക്കും. ഇത് ചിക്കൻ അല്ലേ? ഇത് ചിക്കനാണ്. അത് ബീഫ്, മട്ടൺ. ഞാൻ വന്നപ്പോ തന്നെ പറഞ്ഞു നോൺ സ്റ്റോപ്പ് ആണ് ഇവിടെ, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അടുപ്പിലുണ്ടാക്കുക അതെല്ലേ? ദമ്മ് പൊട്ടിക്കാൻ റെഡി ആയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഓരോ ചെമ്പ് തീരുന്നതനുസരിച്ച് പുതിയ ദമ്മ് പൊട്ടിച്ചുകൊണ്ടേയിരിക്കും. എത്രാമത്തെ ചെമ്പ് അത്? 4ാമത്തെ ചെമ്പോ? ആയിക്കോട്ടെ. ഇനിയിപ്പോ രാവിലെ സമയം എത്ര മുതലാ? രാവിലെ 6 മണിക്ക് കിച്ചൺ വർക്ക് സ്റ്റാർട്ട് ആവും. 10 മണി മുതൽ ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കും. രാത്രി 9:30 വരെ ഓർഡർ ഉണ്ടാവാറില്ലേ? ഓർഡർ എല്ലാ ദിവസവും കുറച്ച് ഓർഡറുകൾ ഉണ്ടാവും. ഈ കിലോ കണക്കിൽ വാങ്ങിയിട്ട് പോകുന്ന ആൾക്കാരുണ്ടാവും. അതെല്ലേ? നല്ല മണം ബിരിയാണിയുടെ ഒരു പാലക്കാട് ബിരിയാണിയുടെ ഒരു മണം, പ്രത്യേക മണം കേട്ടോ. സാധാരണ ബിരിയാണിയുടെ ഒരു മണം അല്ല വരുന്നത്, പ്രത്യേക മണം വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പാലക്കാടൻ ബിരിയാണി, NMR ബിരിയാണി ഹൗസ് സ്പെഷ്യൽ കോഴി ബിരിയാണി. ഏട്ടാ ഇതെങ്ങനെയാ ഒന്ന്? കോഴി ബിരിയാണി. ഇതിൻ്റെ കൂടെ ടേസ്റ്റ് ചെയ്യാനായിട്ട് മുന്നേ പാലക്കാടൻ സാലഡ്, കച്ചമ്പറ്. ഏട്ടാ കച്ചമ്പറ് ഇല്ലേ?
ടേസ്റ്റ് ചെയ്യാൻ പോവാണേ. നമ്മുടെ പാലക്കാട്ടുകാരുടെ കച്ചമ്പർ കൂട്ടി നല്ല പാലക്കാടൻ കോഴി ബിരിയാണി. ഇന്ന് ഞാൻ വന്ന ദിവസം സൺഡേ ആണ്, അതുകൊണ്ട് കുറച്ച് തിരക്ക് കുറവാ. പക്ഷെ കുറച്ച് തിരക്ക് കുറവെന്ന് ഏട്ടൻ പറയണു, പക്ഷെ ഇവിടെ നല്ല തിരക്കുണ്ട്. പിന്നെ മണ്ഡലകാലം തുടങ്ങി, അപ്പോൾ അതിൻ്റെയും കുറച്ച് കുറവാണ് ആൾക്കാർ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇരിക്കാൻ സ്ഥലമില്ല, നല്ല തിരക്കാണ്. ആൾക്കാർ ക്യൂ ആണ്. ഒരാൾ എണീച്ച് കഴിഞ്ഞാൽ അടുത്ത ടേബിൾ ഒഴിവായി അടുത്ത ആൾ അപ്പം തന്നെ ഇരിക്കും. ഞങ്ങൾ പുറത്ത് വെയിറ്റിങ് ആൾക്കാർ. ഞാനത് വേഗം കഴിക്കട്ടെ. ഇതാണ് നമ്മുടെ NMR ചില്ലി ചിക്കൻ. ഇതിനുണ്ടോ പ്രത്യേകത? ബിരിയാണി പോലെ കഴിച്ചു. അപ്പം ഞാൻ നല്ല ചിക്കൻ ബിരിയാണിയാണ്, പാലക്കാടൻ ചിക്കൻ ബിരിയാണി കഴിച്ചത്. സാധാരണ നമുക്ക് ബിരിയാണി കഴിച്ചാൽ അപ്പം തന്നെ ഒരു മയക്കം വരും. അപ്പം തന്നെ അപ്പുറത്ത് എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങിയാൽ മതി, അല്ലെങ്കിൽ സേവനപ്പോ അങ്ങനെ എന്തെങ്കിലും കുടിച്ച് ഒന്ന് വയറ്റുന്ന അങ്ങോട്ട് ഇതായാൽ മതി എന്നുള്ളൊരു രീതിയിൽ നിൽക്കും. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത വെച്ചാൽ നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ ഒരു ലൈറ്റ് ഫീലിംഗാണ്. ഞാൻ ബിരിയാണി കഴിച്ച സാധാരണ ബിരിയാണി കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, കൈയൊക്കെ അങ്ങനെ ഒരു പശുപൊട്ടലൊക്കെ ഉണ്ടാവില്ലേ, ഇവിടെ അതില്ല. കാര്യം എന്താ, ഇവിടെ പ്യുവർ നെയ്യാണ്, അല്ലാണ്ട് ഡാലിൻ്റെ ഇട്ടിട്ട് നമുക്ക് ഇങ്ങനെ കൈ മെഴുക്കൊന്നും വരുന്നില്ല. അങ്ങനെ മനസ്സിലാക്കാം നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബിരിയാണിയാണ് ഇവിടുത്തെ ചേട്ടൻ ഉണ്ടാക്കി തരുന്നതെന്ന് വെച്ച്. അപ്പോൾ ഇവിടുത്തെ ബിരിയാണീൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടല്ലോ, അത് ഇതിൻ്റെ കളറിനും രുചിക്കും മണത്തിനും എല്ലാത്തിനും നല്ല വ്യത്യാസം. ടേസ്റ്റ് ചെയ്ത് നോക്കി, ടേസ്റ്റിനും വ്യത്യാസമുണ്ട്, നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ വ്യത്യാസം അറിയണമെന്നുണ്ടെങ്കിൽ വേറെ എവിടെയും പോയിട്ട് കാര്യമില്ല, പാലക്കാട് തന്നെ വരണം. NMR ബിരിയാണി ഹൗസ്. ഇവിടെ ബസ് സ്റ്റാൻഡിൽ നിന്ന് വരണം. ഓക്കെ, ബസ്സിൽ വരുന്നവർക്കാണെങ്കിലും ട്രെയിനിൽ വരുന്നവർക്കാണെങ്കിലും ഒരു 1.5 കിലോമീറ്ററിൻ്റെ ഒരു ദൂരേ ഉള്ളൂ. പിന്നെ ഗൂഗിൾ മാപ്പ് ഇട്ട് വരികയാണെന്നുണ്ടെങ്കിൽ NMR ബിരിയാണി ഹൗസ് ഹരിക്കര സ്ട്രീറ്റിന് അടിച്ചു കൊടുത്താൽ കറക്റ്റ് ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് തന്നെ വരും. ഇല്ലെങ്കിൽ ഇവർക്ക് 4 ബ്രാഞ്ച് വേറെ ഉണ്ട് പാലക്കാട് തന്നെ. 4 സ്ഥലത്തും ഒന്ന് തന്നെ കിട്ടുന്നത്. ബീഫും മട്ടണും ചിക്കനും ഏതാ ഇഷ്ടം അതൊക്കെ കിട്ടും. ബിരിയാണി മാത്രമാണ് ഇവരുടെ സ്പെഷ്യൽ. അടിപൊളി ബിരിയാണിയാണ്. ഇവിടെ വന്ന് കഴിക്കണം എന്ന് ഞാൻ നിർബന്ധം പറയാൻ കാരണം അത് ഇവിടെ കിട്ടുള്ളൂ, അതുകൊണ്ടാണ്. അല്ലാതെ ഞാൻ വാശി പറയല്ല കേട്ടോ. അപ്പോൾ എന്തായാലും അടിപൊളി ബിരിയാണി സ്പെഷ്യലായിട്ട് ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക്, ബിരിയാണി വെറൈറ്റി ടേസ്റ്റ് ആസ്വദിക്കണം എന്ന് ആഗ്രഹമുള്ളവർ വരിക. കറക്റ്റ് വഴി പറഞ്ഞല്ലോ, പാലക്കാട് ഹരിക്കര സ്ട്രീറ്റ് NMR ബിരിയാണി ഹൗസ്.